Good morning, students. Today we are going to the last part of this chapter. Today we are going to see about the data scientist and role of data scientist in business and society. In the last class we have seen about big data and then advantages and disadvantages of big data, how to use big data in business and all. Okay, hope everyone has understood the classes, and now we are moving on with the today's topic, data scientist. ആരാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏത് വ്യക്തിയാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിലുള്ള ഇൻഫർമേഷനായിട്ട് മാറ്റുന്നതും അത് അനലൈസ് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൽ നിന്ന് ഇൻഫർമേഷൻ എന്തെങ്കിലും കമ്പനിക്ക് ബെനിഫിറ്റബിളായിട്ട് കൊടുക്കുന്ന വ്യക്തി ആരാണോ, ദാറ്റ് പേഴ്സൺ ഇസ് നോൺ ആസ് ഡാറ്റ സയൻറ്റിസ്റ്റ്. ഓക്കെ, സോ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾ ആരാണ്? പേഴ്സൺ ഹു കളക്ട്സ് ഡാറ്റ, പേഴ്സൺ ഹു ഒബ്സർവ്സ് ഇറ്റ് ആൻഡ് ഹു ഓർഗനൈസ് ഇറ്റ് into information, and then who uses those information as knowledge and who provides better advice to the organization or to make any decisions in the business, and who advises the top management is known as data scientist. So നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തായിട്ട് വരുന്നുണ്ട്? ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോളായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത് ആൻ എംപ്ലോയി ഓർ ബിസിനസ് ഇൻ്റലിജൻറ്റ് കൺസൾട്ടൻറ്റ് who excels at analyzing data, particularly large amount of data, to help business gain a competitive edge. അപ്പോൾ ഇവിടെ വരുന്നത് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനെയാണോ അതിൻ്റെ കോമ്പറ്റേറ്റീവ് ടൈമിൽ വിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ആപ്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ത്രൂ analysis of data, that person is known as data scientist. Okay, ഇനി ഈ ഡാറ്റ സയൻറ്റിസ്റ്റിനെ എന്തിനെക്കുറിച്ചൊക്കെയാണ് അറിവ് വേണ്ടത്? നമ്മൾ പറയാറുണ്ട് ഒരു ഒരു അക്കൗണ്ടൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു GST കുറിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അതല്ല നമ്മളൊരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ഏത് ഗ്രൂപ്പാണ് പഠിച്ചിട്ടുണ്ടാവേണ്ടത്. അങ്ങനെ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഹി ഷുഡ് പൊസസ് നേടിയിട്ടുള്ളതും ആവണം. എന്തൊക്കെയാണ്? Analytic, machine learning, data mining, statistical skills, as well as experience with algorithms and coding. അപ്പോൾ മെഷീൻ ലേണിംഗ് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് കൺവേർഷൻ അറിഞ്ഞിരിക്കണം, സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം, ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന വിധം അറിഞ്ഞിരിക്കണം. അപ്പോൾ നോർമലി ഈ കാര്യങ്ങളൊക്കെ അറിവുള്ള ഒരാൾക്കാണ് എന്തായി മാറാൻ പറ്റുള്ളൂ? ഒരു ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻ ബിസിനസ് ആൻഡ് സൊസൈറ്റി. ഒരു ബിസിനസ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ബിസിനസ്സിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിക്ക് ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോൾ എന്താണ്? ഒരു സമൂഹത്തിലായാലും ഒരു ബിസിനസ് സ്ഥാപനത്തിലായാലും ഒരു ബിസിനസ് എൻറ്റിറ്റിയിലായാലും ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോൾ എന്താണ്? ഓക്കെ,
അപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റ് ഹെൽപ്പ് കമ്പനീസ് ഇൻ്റർപ്രറ്റ് ആൻഡ് മാനേജ് ഡാറ്റ ആൻഡ് സോൾവ് കോംപ്ലെക്സ് പ്രോബ്ലംസ് യൂസിങ് ദെയർ എക്സ്പെർട്ടൈസ് ഇൻ എ വെറൈറ്റി ഓഫ് ഡാറ്റ സെറ്റ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കളക്ടിങ് ദ നെസസറി ഡാറ്റ ആൻഡ് ഓർഗനൈസിങ് ഇറ്റ്, ദേ ആർ ക്രിയേറ്റിംഗ് ഡാറ്റ സെറ്റ്സ്, മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസിങ് ദെയർ എക്സ്പെർട്ടൈസ് ആൻഡ് നോളജ് ദേ ആർ ഹെൽപ്പിംഗ് ദി കമ്പനീസ് ടു ടേക്ക് പ്രോംപ്റ്റ് ഡിസിഷൻസ്. അതാണ് അവർ ചെയ്യുന്നത്. സോ അതിന് അവർക്ക് എന്തൊക്കെ ഫൗണ്ടേഷൻ സ്കില്ലാണ് വേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് പൊസസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് അറിഞ്ഞിരിക്കണം, അതായത് മെഷീൻ ലാംഗ്വേജ് അറിയാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് അറിഞ്ഞിരിക്കണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഡാറ്റ മോഡലിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ്, അനലിറ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കപ്പിൾഡ് വിത്ത് സ്ട്രോങ് ബിസിനസ് നോളജ്. അപ്പം ജസ്റ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. BSc മാത്സ് ഉണ്ടായിരിക്കണം, അതിൽ സബായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ നോളജും നമുക്ക് കിട്ടും, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ നോളജ് കിട്ടും. അതിൽ സ്റ്റാറ്റി നമുക്ക് കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുണ്ടെങ്കിൽ ആ നോളജും നമുക്കതിൽ കിട്ടും. അപ്പോൾ വേരിയസ് കോമ്പിനേഷൻസ് നമുക്കതിൽ ആവശ്യമാണ്. നമ്മൾ വെറും BSc മാത്സ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് അവിടെ കുറയും. സോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വരുന്ന ഒരു കോമ്പിനേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് എക്യൂപ്പ് ആവാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദെൻ നമുക്കിതിൽ വരുന്നത് their role in big business becomes more and more important. അതിനായിട്ട് എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഓക്കെ, എംപവറിങ് മാനേജ്മെൻറ്റ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻ. സോ ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ റോൾ ഓഫ് സയൻറ്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എംപവറിങ് മാനേജ്മെൻറ്റ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻ. സോ അവർ എന്താവണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ട്രസ്റ്റ് അവർ എന്താ പറയുക, മാനേജ്മെൻറ്റിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ he can gain the trust of the management. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ വിശ്വസ്തനായിട്ട് സയൻറ്റിസ്റ്റിന്, ഡാറ്റാ സയൻറ്റിസ്റ്റിന് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിശ്വസ്തനായിട്ട് മാറിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പിന്നെ എന്നിട്ട് ഡാറ്റാ സയൻറ്റിസ്റ്റ് എന്താണോ പറയുന്നത് അത് മാത്രമായിരിക്കും അനുസരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? എംപവറിങ് മാനേജ്മെൻറ്റ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻ. മാനേജ്മെൻറ്റ് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ അവരിനെ എംപവർ ചെയ്യാം. ഹൗ വി ആർ എംപവറിങ് ദം? നമ്മളെങ്ങനെ അവരെ എംപവർ ചെയ്യുന്നത്? നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഐഡിയാസ്, നമ്മുടെ വർക്ക്, നമ്മളെടുക്കുന്ന എഫേർട്ട്, നമ്മൾ പറയുന്ന കാര്യത്തിൽ അവർ വിജയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദേ സക്സസ് ഇൻ ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ട് മാറും? ആ കമ്പനിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഡാറ്റാ സയൻറ്റിസ്റ്റായിട്ട് നമ്മൾ മാറും. സോ വി ക്യാൻ ഓൾവേസ് അഡ്വൈസ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്. നമുക്ക് വേറെ ആരായിട്ടും ബന്ധം ഉണ്ടാവില്ല. നമുക്ക് ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലായിട്ടുള്ള പീപ്പിളായിട്ടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അവരാണ് ഡാറ്റാ സയൻറ്റിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, അത് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. സെക്കൻഡ് വൺ ഇസ് ഡയറക്റ്റിംഗ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ട്രെൻഡ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഡാറ്റ കളക്ഷൻ ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് അക്കോർഡിംഗ് ടു ദ ട്രെൻഡ് അതനുസരിച്ചിട്ട് ഇന്ന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. അല്ലെങ്കിൽ അവർ നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കണം, വാട്ട് ആക്ഷൻസ് ദി കമ്പനി ഹാസ് ടു ടേക്ക് എന്നുള്ളത്. തേർഡ് വൺ, ചലഞ്ചിങ് ദി സ്റ്റാഫ് ടു അഡോപ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസസ്. സോ പിന്നെ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ വി ആർ വൈഡനിങ്. അപ്പോൾ ആദ്യം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് വിശ്വസ്തനായിട്ട് നമ്മൾ മാറി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു തുടങ്ങി. മൂന്നാമത്തേത്, നമ്മൾ പറയുന്ന രീതിയിൽ അവിടെയുള്ള സ്റ്റാഫുകൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം.
സോ സ്റ്റാഫിന് നമ്മൾ ചെറിയ ചെറിയ ചാലഞ്ചസ് കൊടുക്കുകയാണ്, അവരെ അതിൽ വിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. So one of the responsibilities of a data scientist is to ensure that the employees are familiar and well versed with the organization's analytics product. അപ്പോൾ ഡാറ്റ അനാലിസിസും അതിന് അനലിറ്റിക്സിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള നോളജ് ആർക്കുണ്ടായിരിക്കണം? എംപ്ലോയീസിന് ഉണ്ടാവണം. എന്നാലാണ് എംപ്ലോയീസിന് ദറ്റ് ഈസ് ഫോർ വാട്ട് പർപ്പസ് ദേ ആർ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ചെറിയ ടാർഗറ്റുകൾ, നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് ബോർഡർ ലൈൻസ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ ഈസ് ഐഡൻറ്റിഫൈയിങ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ that is data scientists question the existing processes and assumptions for the purpose of developing additional methods and analytical algorithms. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ സ്റ്റഡി ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ദെയർ ജോബ് റിക്വയർസ് ദം ടു കണ്ടിന്യൂസ്ലി ആൻഡ് കോൺസ്റ്റൻ്റ്ലി ഇംപ്രൂവ് ദ വാല്യൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾവേസ് ദി എംപ്ലോയീസ് ഷാൽ ബി എക്വിപ്ഡ് വിത്ത് ദ ന്യൂ തിങ്സ്. നമ്മൾ ഒരിക്കൽ ഒരു എംപ്ലോയിനെ അപ്പോയിൻ്റ് ചെയ്തു, ആ എംപ്ലോയി ആ പൊസിഷനിൽ തന്നെയാണ്, ആൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിക്കണമില്ല, വേറെ ഒന്നും അക്വയർ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവില്ല. തമാശക്കെങ്കിലും നമ്മൾ പറയാറുണ്ട് പണ്ടൊക്കെ, ബാങ്കിൽ ക്ലർക്കായിട്ട് കയറുക, അതേപോലെ തന്നെ റിട്ടയർ ചെയ്യണതും ക്ലർക്കായിട്ട് തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നോ ഇംപ്രൂവ്മെൻറ്റ് ഇൻ വർക്ക്, നോ എഫിഷ്യൻസി ഇൻ വർക്ക്, നോ ചാലഞ്ചസ് ഇസ് ടേക്കൺ ഇൻ ഹിസ് കരിയർ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ വൺസ് ഇഫ് വി ഗെറ്റ് ഇൻ ടു എ ജോബ്, ഓൾവേസ് എ പേഴ്സൺ ഹാസ് ടു സ്ട്രൈവ് ഹാർഡ് ടു ഇംപ്രൂവ് ഹിംസെൽഫ്. നമ്മൾ ഇംപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ തന്നെ കേറ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു ദ ന്യൂ നീഡ്സ് നമ്മൾ കേറ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദെൻ ദർ ഈസ് നോ വാല്യൂ. നമ്മൾ അവിടെ എന്താ പറയുക, ആർക്കും വേണ്ടാത്തൊരു കഥാപാത്രമായിട്ട് നമ്മൾ മാറും. അതല്ല, അപ്കമിങ് ട്രെൻഡ്സ് എന്താണ്, അപ്കമിങ് തിങ്സ് എന്താണ്, ഓൾവേസ് വി ഷുഡ് ഗെറ്റ് അപ്ഡേറ്റഡ്. വി ഷുഡ് നോ വാട്ട് ഈസ് ന്യൂ എന്നുള്ളത്. എന്നാലാണ് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ കോൺസ്റ്റൻ്റ്ലി ദേ ആർ ഇംപ്രൂവിങ് ആൻഡ് ഐഡൻറ്റിഫൈയിങ് വേർ ആർ ന്യൂ ചാൻസസ്, വേർ ആർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ലൈങ് ഡൗൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ക്വാണ്ടിഫയബിൾ ഡാറ്റ. സോ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ചെറിയൊരു നിസ്സാര കാര്യത്തിൻ്റെ മീതെ നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല. സോ വെൻ വി ടേക്ക് എനി ആപ്റ്റ് ഡിസിഷൻ, വെൻ യു ആർ ഗോയിങ് ടു മേക്ക് എനി ക്രിട്ടിക്കൽ ഡിസിഷൻ, there should be quantifiable data which supports the decision. ഓക്കെ, നമ്മൾ ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കാൻ പോവുകയാണ്. ആ തീരുമാനം എടുക്കുമ്പോൾ അവിടെ എന്താ വേണ്ടത്? ആ തീരുമാനം എടുക്കുന്ന സമയത്ത് ആ തീരുമാനത്തിനെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ടു പ്രൂവ് ദാറ്റ്. സോ ദിസ് ഈസ് വൈ ഐ എം ഡിസൈഡിങ് ദിസ്. These are the reasons that made me to decide, that made me to implement എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ scientists create models using existing data that reproduce a variety of potential actions. ഇവർ അതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വേരിയസ് ചാനൽസിൽ നിന്നും പല ഡാറ്റാസും കളക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വാട്ട് ഡാറ്റാസ് ആർ എക്സിസ്റ്റിംഗ് വിത്ത് ദം
അതിനെ ബേസ് ചെയ്തിട്ട് they can create the models and that will help you to take the decisions. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. ആൻഡ് ദെൻ ടെസ്റ്റിംഗ് ദ ഡിസിഷൻസ്. സോ നമ്മൾ തീരുമാനങ്ങൾ എടുത്തു, and if we are not implementing and if we are not testing, we will not be able to know what are the pros and cons എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഹൗ ഫാർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. ദ പ്രൈമറി റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻവോൾവ് മേക്കിംഗ് സർട്ടൻ ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദോസ് ചേഞ്ചസ്. നമ്മൾ വിജയിക്കുന്നത് എപ്പോഴാണ്? തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണോ? തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കുമ്പോഴാണ് നമ്മളവിടെ വിജയിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് identification and refining of target audiences. The importance of data scientist is based on the ability to take existing data that is not necessarily useful on its own and combine it with other data points to generate insights an organization can use to learn more about its customers and audience. സോ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇവിടെ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഡാറ്റാ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അവർ എടുക്കുന്ന എക്സിസ്റ്റിംഗ് ഡാറ്റ ദാറ്റ് ഈസ് നോട്ട് നെസസറിലി യൂസ്ഫുൾ ഓൺ ഇറ്റ്സ് ഓൺ. അത് അവർക്ക് ചിലപ്പോൾ പല രീതിയിലും യൂസ്ഫുൾ ആവണമെന്നില്ല, പക്ഷേ എന്നാലും നമ്മളത് അതർ ഡാറ്റ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ ഇൻസൈറ്റ്സ്, ഓക്കെ, അവിടെ നടക്കുന്ന ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ പോകുന്നൊരു സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിനെയും ഓഡിയൻസസിനെയും അത് യൂസ് ചെയ്ത്, ആ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ടു ലേൺ അബൌട്ട് കസ്റ്റമേഴ്സ് ആൻഡ് ഓഡിയൻസ്. അപ്പോൾ നമുക്കതിലേക്ക് ഡയറക്റ്റായിട്ടുള്ള ചിലപ്പോൾ ഡാറ്റ നമുക്ക് ഉപകാരമായില്ല എന്ന് വരാം, പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് അതർ ഡാറ്റ പോയിൻറ്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്ത് അതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെയും ഓഡിയൻസസിനെ കുറിച്ചിട്ടും നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് റിക്രൂട്ടിംഗ് ദ റൈറ്റ് ടാലൻറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. നിങ്ങൾ ഒരു പഴയ കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനി അവർ വേക്കൻസീസ് അറിയിക്കും ന്യൂസ് പേപ്പറിൽ, അതായത് കമ്പനിയിൽ അവർ റിക്വയർമെൻറ്റ്സ് അവർ അറിയിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് അവർ റിക്വയർമെൻറ്റ്സ് അയക്കുന്നത് വളരെ കുറവാണ്. അതിനേക്കാളും കൂടുതൽ പീപ്പിളിനെ ഹയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ചില ഏജൻറ്റ്സ് ആയിരിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല സോഷ്യൽ മീഡിയാസിലെ പല വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. സോ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്ലേസ് അവർ റെസ്യൂം. അതേപോലെ തന്നെ വി ഹാവ് ടു ഗിവ് പ്രിഫറൻസ് on which job we are interested. സോ അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു റെസ്യൂം അതിലേക്ക് അയക്കാമെന്നുണ്ടെങ്കിൽ naukri.com ഒക്കെ അതിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. സോ എത്രയോ ആൾക്കാരെ അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ റെസ്യൂം ഡീറ്റെയിൽസ് മുഴുവനും അവരയക്കും. സോ ഈ ഗ്രൂപ്പ് എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ which company really needs to hire the people, ആ എലിജിബിലിറ്റി ഉള്ള ആൾക്കാരന് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് അവർ നമുക്ക് ഇമെയിൽ അയക്കും, അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കാറുണ്ട്. ദാറ്റ് ഈസ് such and such company is having such type of vacancies, if you are interested you can proceed എന്ന് പറഞ്ഞിട്ട് അവർ അയക്കാറുണ്ട്. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് ഫീൽഡിന് അനുസരിച്ച് എവിടെയെങ്കിലും ജോലി സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പല ഏജൻസും ഉണ്ട്.
സോ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കമ്പനീസിലേക്കും റൈറ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് ദാറ്റ് ഈസ് എന്താ പറയുക, ഒരു ബിസിനസ് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്കോ ചെയ്യാവുന്ന റോൾ എന്നുള്ളതാണ്. ആൻഡ് ദെൻ നമുക്കിനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ഏകദേശം നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാറായി. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് ഇൻ ഇ ബിസിനസ്. ഓക്കെ, ഇന്നെല്ലാം ഇ ബിസിനസ്സാണ്, ഇ ക്ലാസ്സാണ്, ഇ രജിസ്ട്രേഷനാണ്, ഓക്കെ, ഇ ബിസിനസ്സാണ്, ഇ കൊമേഴ്സാണ്, ഇ ബാങ്കിങ് ആണ്. എല്ലാത്തിൻ്റെയും കൂടി നമുക്ക് എന്തുണ്ട്, ഇ എന്നുള്ളൊരു വാക്കുണ്ട്. ദാറ്റ് ഈസ് എവ്രിത്തിങ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ടു ഇലക്ട്രോണിക് മീൻസ് എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് നൗ എ കോമൺ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിലാണ് എനിക്ക് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ യൂസ് ചെയ്ത് വി ക്യാൻ ക്രിയേറ്റ് ഹ്യൂമൻ ബ്രെയിൻസ്, വി ക്യാൻ മേക്ക് ദി മിഷൻസ് ദാറ്റ് ഈസ് കേപ്പബിൾ ടു എ ഹ്യൂമൻ മൈൻഡ് എങ്ങനെയാണ് തിങ്ക് ചെയ്യുക, ഓക്കെ, ഹ്യൂമൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. സോ അതേപോലെ തന്നെ ഒരു മെഷീൻ ഇന്ന് ചെയ്യും. പക്ഷെ മെഷീൻ ചെയ്യുമ്പോൾ അത് സിംഗിൾ പേഴ്സൻ്റെ ആവില്ല. തൗസൻഡ്സ് ഓഫ് പീപ്പിളിൻ്റെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കറിയാം ഈ മാളുകളുടെ പ്രത്യേകത. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഷോപ്പിംഗ് മാൾസ് എന്നുള്ളത്. ഓക്കെ, എല്ലാ ഷോപ്പിംഗ് മാളുകളിലും എങ്ങനെ പോയാലും അവരുടേതായ ഒരു ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതും ഈ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമാണ്. കാരണം ആൾക്കാർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭിക്കുന്നത് അവിടെ നിന്നാണ്. വിച്ച് ആർ ദ മോസ്റ്റ് ബേസിക് നീഡ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മുഴുവൻ അവർക്ക് ലഭിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റ്സോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലൂടെയാണ്. സോ ഇൻ ഈച്ച് ആൻഡ് എവറി മാൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മാത്രമാണ് എപ്പോഴും ഇറ്റ് വിൽ ബി ക്രൗഡഡ്. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് വൺ മോർ തിങ് ഇസ് വി ക്യാൻ സീ നമ്പർ ഓഫ് ക്യാഷ് കൗണ്ടേഴ്സ് അല്ലേ. ഒരറ്റം മുതൽ മറ്റൊരറ്റം വരയ്ക്കും നമുക്ക് ക്യാഷ് കൗണ്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഏത് കൗണ്ടറിൽ നോക്കിയാലും മിനിമം 5 to 6 people വിൽ ബി സ്റ്റാൻഡിങ് ഓവർ ദേ, മിനിമം. ഇനി അതല്ല പീക്ക് അവറാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20-25 people വിൽ ബി സ്റ്റാൻഡിങ് ബിഫോർ us. സോ സാധാരണ ആൾക്കാർ പറയും ഷോപ്പിൽ കയറുന്നേക്കാളും മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ലൈനിൽ ഒരാളെ നിർത്താം. സോ അയാൾ വൺ ആഫ്റ്റർ ദി അനദർ കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തായിരിക്കും നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് വരാനുള്ള നേരം ഉണ്ടായിരിക്കും. അങ്ങനെയും ചില ആൾക്കാർ ചെയ്യാറുണ്ട്. സോ ടു അവോയ്ഡ് ഓൾ ദോസ് തിങ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത സാധനങ്ങൾ നമുക്ക് ബില്ല് ചെയ്ത് പോരാനായിട്ട് സാധിക്കും വിത്ത് ദി ഹെൽപ്പ് ഓഫ് കിയോസ്ക്. ഓക്കെ, അപ്പം ഈ സെൽഫ് ചെക്കൗട്ട് കിയോസ്കുകളുണ്ട്. സാധാരണ ഓരോ കൗണ്ടർ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്മളൊരു ഷോപ്പിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാർഡിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കിട്ടും. നമ്മുടെ വാലറ്റ് ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് നമ്മൾ പോയാൽ മതി. കാർഡ് എടുക്കണമെന്ന് പോലും ഇല്ല വാലറ്റൊന്ന്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ വാലറ്റ് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റിൻ്റെ അകത്തുള്ള കാർഡ് ഡീറ്റെയിൽസ് ദി കമ്പ്യൂട്ടർ വിൽ റീഡ് ഇറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഓരോ കൗണ്ടറിനും നമ്മളെടുക്കുന്ന ഓരോ പ്രോഡക്റ്റ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എല്ലാം ബില്ലിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും.
നമ്മൾ സ്കാൻ ചെയ്യൽ കഴിഞ്ഞു, നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും കമ്പ്യൂട്ടറിന് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എടുക്കുന്ന ഓരോ പ്രോഡക്റ്റിനനുസരിച്ച് അവിടെ ബില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആൻഡ് ഫൈനലി നമുക്കൊന്നും ചെയ്യണ്ട, നമ്മൾ അവിടെയുള്ളൊരു ബാഗോ അല്ലെങ്കിൽ ക്യാരി ബാഗോ എടുത്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുക, നമുക്ക് പുറത്തേക്ക് വരാം. കാരണം നമ്മളെടുത്ത എല്ലാ പ്രോഡക്റ്റിനെയും പൈസ അതേ സമയം തന്നെ റിയൽ ടൈമിൽ തന്നെ ഡിഡക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ, ദർ ഈസ് നോ ടൈം സ്പെൻഡിങ് ഓൺ ബില്ലിംഗ് ആൻഡ് ദർ ഈസ് നോ ടൈം സ്പെൻഡിങ് ഓൺ പേയിങ് ദ ക്യാഷ്. ഒന്നും തന്നെ നമുക്ക് അവിടെ ആവശ്യമില്ല. കൗണ്ടേഴ്സൊക്കെ എംപ്റ്റിയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയിൽ നമ്മൾ നടപ്പാക്കാത്തത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ പോലത്തെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഇതിപ്പോഴും ഈ എന്താ പറയുക സെൽഫ് ചെക്കൗട്ട് കൗണ്ടേഴ്സുകളൊന്നും അധികം വന്നിട്ടില്ല. ഉണ്ടാവാം, അധികം വന്നിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ when there are few hands, അതായത് when our state or when our country is not thickly populated, population വളരെ കുറവുള്ളൊരു സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആരിനെ കിട്ടില്ല, നമുക്ക് എംപ്ലോയീസിനെ കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പ്ലേസസിൽ നമുക്ക് കൂടുതൽ ആരിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, മിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. When there are more hands, that means when each and every state or country is thickly populated with the persons, ജനങ്ങൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ, ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ, it is always better to depend on the employees rather than the machines. കാരണം മെഷീൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല. സോ ലെസ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ഡിസ്കവറി ചാനലിലെ ഫുഡ് ഫാക്ടറി കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഹാവ് യു സീൻ ദറ്റ് പ്രോഗ്രാം? ഒരു 15 minutes ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഒരു 15-20 മിനിറ്റേക്കാണ് മാക്സിമം ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കാം. അതിൽ ഓരോ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് അവർ കാണിക്കാറുണ്ട്, ഇൻഡസ്ട്രീസിലുള്ള മിഷനറീസിനെ കുറിച്ചിട്ട് കാണിക്കാറുണ്ട്. എവറി മിഷൻസ് ആർ ഓട്ടോമാറ്റിക് മിഷൻസ് ആൻഡ് ദോസ് മിഷൻസ് ആർ ക്രിയേറ്റഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ്. അവിടെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വളരെ കുറവാണ്. അപ്പോൾ വെൻ വി ഹാവ് ഫ്യൂ ഹാൻഡ്സ്, it is easy to depend on machines, because machines വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനിൽ അത് ചെയ്യുള്ളൂ. ഹ്യൂമൻ ആണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ഹിസ് മൂഡ്, അക്കോർഡിംഗ് ടു ഹിസ് മെൻറ്റാലിറ്റി, അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ എബിലിറ്റി, അതിനനുസരിച്ച് ഓരോ പ്രോഡക്റ്റിലും ചേഞ്ചസ് വരാം. ബട്ട് മെഷീനാണ് ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര ടൈംസ് ആയാലും അല്ലെങ്കിൽ എത്രാമത്തെ പ്രാവശ്യം അത് മാനുഫാക്ചർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ദ സെയിം ക്വാളിറ്റിയിൽ തന്നെ 1000 പ്രോഡക്റ്റ് ആയാലും അത് അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അതിലൊരു ഡിഫറൻസും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഓൾവേസ് നമുക്ക് ഫ്യൂ പീപ്പിൾ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഡിപ്പെൻഡ് ഓൺ മെഷീനറി. അപ്പോൾ മെഷീനറി ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു റീസൺ, ഒന്നാമത് നമുക്ക് എംപ്ലോയീസ് ഇല്ല എന്നുണ്ടെങ്കിൽ, സെക്കൻഡ് വൺ ഈസ് നമ്മുടെ ജോബ് കറക്റ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള മെഷീനറീസ് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് നമുക്കിതിൽ വരുന്നത്. ഇനി ഇ കോമേഴ്സിൽ, ഓക്കെ, ഇൻ ഇ കോമേഴ്സ് നമ്മൾ എവിടേക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ചാറ്റ് ബോട്ട്സ്. ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ പറയുക,
now offer 24/7 assistance, and this is because of chatbots. That is, earlier chatbots എന്ന് പറയുന്നത് കസ്റ്റമർ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് chatbots എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ദാറ്റ് ഈസ് നമ്മുടെ കുറച്ചും കൂടിയും ഒരു ഇൻ്റലിജൻസ് ഇൻക്രീസ് ചെയ്ത് ഹൗ എ പേഴ്സൺ ബിഹേവ്സ് വിത്ത് അനദർ പേഴ്സൺ, ഹൗ എ പേഴ്സൺ ഇൻട്രാക്ട് വിത്ത് അനദർ പേഴ്സൺ, അതുപോലെയാണ് ഇന്ന് മെഷീൻസ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അതാണ് ചാറ്റ്ബോട്ട്സിൽ വരുന്നത്. സെക്കൻഡ് വൺ CRM, ദാറ്റ് ഈസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ക്ലാസ്സിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് വരുന്ന എല്ലാ ക്ലാസ്സിലും നമ്മളത് പറയുന്നുണ്ട്. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എത്ര പേർക്കാണ് അയാൾ മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അയാൾ പറയാം. ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ഇതേപോലെ തന്നെ എത്രയാണ് ആ കമ്പനീനെ കുറിച്ചിട്ടോ പ്രോഡക്റ്റിനെ കുറിച്ചോ നെഗറ്റീവായിട്ട് പറയാം. സോ ടു അവോയ്ഡ് ദ നെഗറ്റീവ് പോസ്റ്റിങ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമം കസ്റ്റമേഴ്സിനെ കൂടെ നിർത്താനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ആ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇന്നൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് റോബോട്ട്സ് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് പോലെയാണ് അവിടെയുള്ള മെഷീൻ റിപ്ലൈ നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നതെല്ലാം ഇസ് യൂസ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത്. നമ്മളിപ്പോൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാറില്ലേ, അപ്പോൾ നമ്മളോട് പറയും ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ മലയാളത്തിനായി 1 അമർത്തുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിനായി 2 അമർത്തുക, അതർ ലാംഗ്വേജസിനാണെങ്കിൽ 3 അമർത്തുക എന്നൊക്കെ നമ്മൾ പറയണേ കേട്ടിട്ടില്ലേ. ഇതെല്ലാം ദാറ്റ് എവറിത്തിങ് ടേക്സ് പ്ലേസ് ഓൺലി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഏതൊക്കെ എക്സ്റ്റെൻറ്റ് വരിക്കും ഒരു ഹ്യൂമൻ ചോദ്യങ്ങൾ ചോദിക്കും, അതിനുള്ള മറുപടികളൊക്കെ അവർ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലൊന്നും വരാത്തതാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് കസ്റ്റമർ കെയർ മാനേജറായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസോഴ്സ് പേഴ്സണായിട്ടോ അവർക്ക് സംസാരിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ചാറ്റ് ബോട്ട്സ് കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ CRM കഴിഞ്ഞു. ഇനിയുള്ളത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണക്ടിവിറ്റി. IoT intends to do offering connectivity in all elements of our life. അപ്പം നമ്മൾ ഏതിലേക്കാണ് സിങ്കിങ് എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്രം സിങ്കിങ് ഡിഫറെൻറ്റ് ഡിവൈസസ് ടു പ്രോഗ്രാമിംഗ് യുവർ വാഷിംഗ് മെഷീൻ, ലൈറ്റ്സ്, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആൻഡ് ഈവൻ യുവർ കാർ. പറയാറില്ല, നമ്മുടെ മൊബൈൽ ഫോൺസിൽ തന്നെ നമുക്ക് ഇന്ന് ഗൂഗിൾ അസിസ്റ്റൻസ് ഉണ്ട്, അലക്സ എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് ഉണ്ട്. സോ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് ലൈറ്റുകൾ, സ്മാർട്ട് അതർ ഒബ്ജക്റ്റ്, സ്മാർട്ട് ഹോം അപ്ലയൻസസ്, ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വന്ന് തന്നെ AC സ്വിച്ച് ഓൺ ചെയ്യണമെന്നില്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഓൺ ചെയ്യാനായിട്ടുള്ള കമാൻഡ് കൊടുക്കാം, ബ്രൈറ്റ് ലൈറ്റ്സ് ഓഫ് ചെയ്യാനായിട്ടുള്ള കമാൻഡ്സ് കൊടുക്കാം, ഡിം ലൈറ്റ്സ് ഓൺ ചെയ്യാനുള്ള കമാൻഡ്സ് കൊടുക്കാം, സോഫ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്യാം. ദാറ്റ് ഈസ് എവറിത്തിങ് ഈസ് കണക്റ്റഡ്, 24 hours കണക്റ്റഡ്. അപ്പോൾ ഇതിൽ വരുന്നത് ഇൻ്റർനെറ്റിൻ്റെ കണക്ടിവിറ്റിയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ബെനിഫിറ്റ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ബിസിനസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ബിസിനസ്സിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ബിസിനസ്സിൽ സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, സെയിൽസ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് മെയിൻ തിങ് അതാണ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ്. എത്രയായിരിക്കും നെക്സ്റ്റ് മന്ത് സെയിൽസ്, എത്രയായിരിക്കും ആഫ്റ്റർ 6 months, എന്താണ് വാട്ട് ചേഞ്ചസ് വി ഹാവ് ടു ടേക്ക് എന്നുള്ള സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സുപ്പീരിയർ സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കസ്റ്റമർ സർവീസിനെ ഏറ്റവും മിനിമം കോസ്റ്റിൽ തന്നെ നമുക്ക് അവരുദ്ദേശിക്കുന്ന എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ എക്സ്റ്റെൻഡഡ് വാറൻറ്റി കിട്ടും, എക്സ്റ്റെൻഡഡ് സർവീസ് കിട്ടും. അപ്പോൾ 2 years 3 years ചെറിയൊരു എമൗണ്ട് അടച്ചാൽ മതി. ബേസിക്കലി ഒരു കോമൺ പേഴ്സൺ ചിന്തിക്കേണ്ടത് ഇനീഷ്യലി പ്രോഡക്ട്സിനൊന്നും അത്ര പെട്ടെന്ന് കേട്ടുവരില്ല.
So if they provide extended warranty after 5 years, അപ്പോൾ 1 ഇയറിന് എന്തായാലും പ്രോഡക്റ്റിന് വാറണ്ടി ഉണ്ട്. 5th ഇയർ തൊട്ട് അവർ വീണ്ടും ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടി എന്നുള്ള രീതിയിൽ തരാണ്. അപ്പം നമുക്ക് ആ പ്രോഡക്റ്റിനുള്ള ഉറപ്പ് എന്താണ്? 1 to 5 ഇയേഴ്സ് ആ പ്രോഡക്റ്റിന് ഒരു കേടുപാടും സംഭവിക്കില്ല. സോ ആഫ്റ്റർ ദാറ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ അതിന് അവർ വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, സർവീസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അറ്റ് എ മിനിമം കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് വരും. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് മേടിക്കുന്ന ആദ്യത്തെ 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടി. ഫോർ വാട്ട് പർപ്പസ്? വി യൂസ് ദി പ്രോഡക്റ്റ് വെരി കെയർഫുള്ളി ഇനീഷ്യലി. ആദ്യത്തെ 1-2 വർഷമൊക്കെ വളരെ പൊന്നുപോലെ നമ്മൾ നോക്കും. വർഷങ്ങൾ കൂടുന്തോറും ആണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പഴക്കും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ തട്ടിക്കളയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് വരാൻ തുടങ്ങുന്നത് 3rd ഇയറോ 4th ഇയറോ 5th ഇയറോ തൊട്ടായിരിക്കാം. അപ്പോൾ തൊട്ടാണ് നമുക്ക് ശരിക്കും വാറണ്ടി വരുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ വാറണ്ടിയിൽ നമ്മൾ കൊടുക്കുന്ന ഈ എമൗണ്ട് എന്ന് പറയുന്നത് അത് അവരുടെ പോക്കറ്റ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അതിൽ ലക്ഷത്തിൽ ഒരാൾക്ക് എങ്ങാനും ഒരു കംപ്ലയിൻറ്റ് വന്നേക്കാം, അത്രേ വരുള്ളൂ, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ഉള്ള പ്രോഫിറ്റാണ്. ഓക്കെ, സോ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ലേ, അവർക്ക് ധൈര്യമായിട്ട് അറിയാം 3 ഇയേഴ്സ് വരെയ്ക്കും അതിനൊരു കംപ്ലയിൻറ്റും വരില്ല. അതുകൊണ്ടാണ് ഫോർ ഇനീഷ്യൽ 3 ഇയേഴ്സ് അവരെപ്പോഴും എക്സ്റ്റെൻഡ് വാറണ്ടി തരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കേടുവന്നു കഴിഞ്ഞാൽ വാറണ്ടി ഇല്ല, നമ്മൾ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കണം. 3 വർഷത്തേക്ക് നമ്മൾ അടച്ചത് ഉപകാരവും ഇല്ല. ഓക്കെ, നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദെൻ എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊമോട്ട് സെയിൽസ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ സെയിൽസിൽ ഇൻക്രീസ് ഉണ്ടായിരിക്കും. പേഴ്സണലൈസ്ഡ് കണ്ടൻറ്റ്. The AI technology offers any business a huge competitive edge regardless to its size of the operation. This allows the users to pick up any item in any picture online and then ask to come up with similar things by making use of the image. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. ഞാനത് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്കത് വായിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് ബേസിക്കലി മേക്കിംഗ് എ ബ്രേക്ക് ത്രൂ ഇൻ ടു ഇ-കോമേഴ്സ് വിത്ത് ഗ്രേറ്റ് എനർജി. Companies such as Google has come up with visual search capabilities, and giants like Amazon are now majority into voice activated systems such as Echo. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമ്മളെപ്പോഴും ഒരു പ്രോഡക്റ്റ് കണ്ടു അത് അങ്ങനെ തന്നെ മേടിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. ചില സമയത്ത് അതർ കമ്പനീസ് ദ സെയിം പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്, സംടൈംസ് ഫോർ ബെറ്റർ ആൻഡ് ലോ പ്രൈസ്. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കുക. ചിലപ്പോൾ ബെറ്റർ പ്രോഡക്റ്റ് ഫോർ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹയർ പ്രൈസ്, വാട്ട് എവർ ഇറ്റ് മേ ബി. സിമിലർ പ്രോഡക്റ്റ് വേറെ കമ്പനീസിന് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കുകയും ചെയ്യാം, നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാം. ദാറ്റ് ഈസ് നമ്മുടെ പേഴ്സണലൈസ്ഡ് കണ്ടൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും ഗൂഗിൾ ആയാലും ഏതായാലും നമുക്ക് സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് ഫോർമാറ്റിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പല തിങ്സായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? അവിടെ വരുന്നത് campaigns, marketing campaigns to artificial intelligence powered platforms which handle marketing operations across different channels like Facebook, analyzing advertising performance and offering informed suggestions. ചില സമയത്ത് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ചില ആഡുകൾ വരും. ആ ആഡ് കഴിയാണ്ട് അല്ലെങ്കിൽ ഈ ആഡിൽ തന്നെ വരുന്നുണ്ട്, യു ക്യാൻ സ്കിപ്പ് ആഡ് ആഫ്റ്റർ 5 seconds. So we are compelled to see that particular ad for 5 seconds. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദാറ്റ് ഈസ് നമ്മളെ എങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് മനസ്സിലാക്കുക, റീഡ് ചെയ്യുക,
അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് അവർ സെർച്ച് ചെയ്യുന്നത്, അപ്പോൾ അതിലെന്തെങ്കിലും പുതിയ ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ ഇൻറ്റിമേറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആൻഡ് ദെൻ ഇസ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഇസ് എ കീ ടു സക്സസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾസ് ടു ഫോളോ എ എക്സലൻറ്റ് കസ്റ്റമർ സർവീസ് വിത്ത് പെർഫെക്ഷൻ. അവർ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവരുടെ നീഡ്സും അതേപോലെ തന്നെ അവരുടെ സമയം ഇതൊക്കെ നമ്മൾ എന്താ പറയുക, അവരുടെ സമയത്തിന് അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇസ് നമുക്ക് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഏജൻറ്റ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഏജൻ്റ് ആണ് ഇതിൽ വരുന്നത്. ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു 3 മെയിൻ ഡൈമെൻഷൻസ്. ഇൻ്റലിജൻറ്റ് ഏജൻസ് ആണ്. ഇൻ്റലിജൻറ്റ് ഏജൻസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ് that carry out some set of tasks on behalf of a user or another program with some degree of independence. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മാർക്കറ്റിംഗ് and enhancing the e-business aspect of an organization. It enables both buyers and sellers transactions by providing efficient, precise and enhanced comprehensive searches on the web and information repository. എന്ത് ഇൻഫർമേഷൻ ആണ് ഒരു യൂസർ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ഇൻ്റർനെറ്റ് റെപ്പോസിറ്ററിയിൽ നിന്ന് എവിടെ ഉണ്ടായാലും അത് അന്വേഷിച്ച് കണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് ചെയ്യുന്നത്. are very interactive and can perform multiple tasks at a variety of locations. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് ആണ്. പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. സോ വിച്ച് ഇൻഫർമേഷൻ എ യൂസർ ഇസ് ആസ്കിങ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. So here the characteristic of an agent can be broken down into 3 main dimensions. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 3 ഡൈമെൻഷൻസിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഒന്ന് ഏജൻസി, സെക്കൻഡ് വൺ ഇസ് ഇൻ്റലിജൻസ് ആൻഡ് തേർഡ് വൺ ഇസ് മൊബിലിറ്റി എന്നുള്ളത്. ഏജൻസി എന്ന് പറയുന്നത് ഏജൻറ്റ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഓപ്പറേറ്റ് ഓൺ ദി ഇൻ്റർനെറ്റ് വൈൽ ദ യൂസർ ഇസ് ഡിസ്കണക്റ്റഡ് ഓർ നോട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻട്രാക്ടിങ്. ഒരു യൂസർ എന്ന് പറയുന്ന വ്യക്തി ഓൺലൈനിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഇൻ്റർനെറ്റായിട്ട് ഡിസ്കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സണായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് ഏജൻസി. Second one is intelligence, the amount of learned behavior or possible reasoning capacity that an agent may possess. ഒരു ഏജൻറ്റിന് ഉണ്ടാവേണ്ട ദാറ്റ് ഈസ് ലേൺഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഇതൊക്കെയാണ് പോസിബിൾ തിങ്സ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റലിജൻസ്. ആൻഡ് തേർഡ് വൺ ഇസ് മൊബിലിറ്റി is the dimension which makes agents useful in internet applications yet poses many privacy and security issues. എത്ര സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായാലും പ്രൈവസി ഇഷ്യൂസ് ഉണ്ടായാലും അവർ ദാറ്റ് ഈസ് ഏജൻസ് ഉണ്ട് ദാറ്റ് ഈസ് വിച്ച് മേക്ക് ഏജൻസ് യൂസ്ഫുൾ ഇൻ ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ്. അതിൻ്റെ ഡൈമെൻഷൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ആൻഡ് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി സ്റ്റാറ്റിക് ആയിരിക്കാം ആൻഡ് റിസൈഡ് ഓൺ ദി ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ആയിരിക്കാം ടു മാനേജ് ആൻഡ് ഗ്യാദർ ഇൻഫർമേഷൻ ഓൺ ദാറ്റ് വൺ മിഷൻ. എ മോർ മൊബൈൽ ഏജൻറ്റ് മേ ബി കമ്പോസ്ഡ് ഓൺ വൺ കമ്പ്യൂട്ടർ. അതായത് അറ്റ് ദ ക്ലയൻറ്റും സെർവറും ഉണ്ടായിരിക്കും. അപ്പോൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ ചോദിക്കുന്നത്, ആരാണ് ചോദിക്കുന്നത് എന്നുള്ളത്, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഏത് സെർവറിലേക്കാണ് എന്നുള്ള കാര്യങ്ങൾ എന്താ പറയുക ആ ഒരു ട്രാവലിംഗ് തിങ് ആണ് മൊബിലിറ്റി. ആ ഒരു മൂവ്മെൻറ്റാണ് അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ്. ഇൻ്റലിജൻറ്റ് ഏജൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സെയിം തിങ്, മൊബിലിറ്റി, അതായത് എവിടേക്കാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഏത് കമ്പ്യൂട്ടറിലേക്കാണ് അവർ ട്രാവൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇസ് ഗോൾ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ആക്സെപ്റ്റ് ദ യൂസർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗോൾസ്, എന്താണ് ഒരു യൂസർ ചോദിക്കുന്നത് അതിനുള്ള ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആണ്.
ഇൻ്റലിജൻറ്റ്, റെഡ്യൂസസ് നെറ്റ് ട്രാഫിക്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ടാസ്ക്. ഗോൾ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ ആക്സെപ്റ്റ്, ദാറ്റ് ഈസ് യൂസർ എന്താണ് ചോദിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് ഫങ്ഷൻ ഓൺ ഇറ്റ്സ് ഓൺ വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അതർ മെഷീൻസ് വാട്ടെവർ, ചിലപ്പോൾ കിയോസ്ക് ആയിരിക്കാം, മെഷീൻസ് ആയിരിക്കാം, ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് തന്നെയാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇൻ്റലിജൻറ്റ്. Intelligent agents are able to crawl for data more intelligently. ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത് ഒരു യൂസർ ചോദിക്കുന്ന ഡാറ്റ എവിടെയാണോ ഉള്ളത് അത് എവിടുന്നെങ്കിലും ക്രോൾ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഫെസിലിറ്റി. ക്രോൾ ചെയ്യുക സാധാരണ സ്പൈഡേഴ്സാണ്. അപ്പോൾ ഒരു യൂസർ ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ ഇത് സ്പൈഡർ എന്ത് ചെയ്യും, പല സ്ഥലത്തുനിന്നും ദാറ്റ് ഈസ് ക്രോൾ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, എല്ലാ ഇൻഫർമേഷനും ഇവരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. Reduces net traffic. Agents can communicate and cooperate with other agents quickly. അപ്പോൾ ഏത് ട്രാക്കിലൂടെയാണ് അല്ലെങ്കിൽ ഏത് സിഗ്നലിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രാഫിക് അനുഭവപ്പെടുന്നത്, അതർ വേയ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മാറ്റി ഇൻഫർമേഷൻ എത്രയും സ്പീഡിൽ എത്തിക്കാനായിട്ട് ഇതിന് സാധിക്കും. And then is multiple task. An intelligent agent can perform multiple tasks simultaneously. It relieves the human user from monotonous clerical work. ഒരു കണ്ടിന്യൂസ് വർക്ക് തന്നെ അല്ലെങ്കിൽ ഇത് സെയിം തിങ് തന്നെ അല്ലാണ്ട് മൾട്ടിപ്പിൾ ടാസ്ക് സെയിം ടൈമിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് ഇൻ ഇ കോമേഴ്സിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇ കോമേഴ്സിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇതിൽ വരുന്നത് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ഫ്ലോ, ഡാറ്റ മൈനിങ്, പ്രൊഡക്ഷൻ പ്ലാനിങ്, സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ്, ഇതിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻറ്റ് ഏജൻസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ വിൽ സീ ദ റോൾ ഓഫ് ഏജൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ബൈയിങ് ബിഹേവിയറൽ മോഡൽ. നിങ്ങളെല്ലാവരും മാർക്കറ്റിംഗ് കഴിഞ്ഞ സെമ്മിൽ പഠിച്ച കുട്ടികളാണ്. ബൈയിങ് ബിഹേവിയറൽ മോഡൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ അതിലൂടെ എങ്ങനെയാണ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ, ഹൗ എ പേഴ്സൺ ഐഡൻറ്റിഫൈസ് എ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. ദ ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജ് ഓഫ് ബൈയിങ് ബിഹേവിയർ ക്യാരക്ടറൈസ് ദ ബയർ ബിക്കമിങ് അവെയർ ഓഫ് പർട്ടിക്കുലർ അൺമെറ്റ് നീഡ് ബൈ ഇൻസ്പയറിംഗ് ത്രൂ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. ഒരാൾക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്ത പോലും ഉണ്ടാവില്ല. സോ ചിലപ്പോൾ ചില പരസ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് ഇമേജസ് ആയിരിക്കാം, ചില വീഡിയോസ് ആയിരിക്കാം, ചില പിക്ചേഴ്സ് ആയിരിക്കാം. അവർക്ക് ദാറ്റ് ഈസ് ഹ്യൂമൻ്റെ ഉള്ളിൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക. നീഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി. എന്തായാലും അവർ ആ പ്രോഡക്റ്റ് മേടിക്കും. കാരണം അവരെ നീഡ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വേണം. സോ ഫസ്റ്റ് ജോബ് ഇസ് ടു ക്രിയേറ്റ് നീഡ് ഇൻ ദ മൈൻഡ് ഓഫ് ദി പീപ്പിൾ എന്നുള്ളതാണ്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ ഇസ് ബ്രോക്കറിങ്. ബ്രോക്കറിങ് എന്ന് പറയുമ്പോൾ അതിൽ 2 ടൈപ്സ് ഓഫ് ബ്രോക്കറിങ് ആണ് വരുന്നത്. പ്രോഡക്റ്റ് ബ്രോക്കറിങ്ങും അതേപോലെ തന്നെ മെർച്ചൻറ്റ് ബ്രോക്കറിങ്ങും. പ്രോഡക്റ്റ് ബ്രോക്കറിങ്ങിൽ വരുന്നത് once a buyer has recognized a requirement to make a purchase, the buyer has to determine what to buy through a critical evaluation of available product information. നമ്മളൊരു പ്രോഡക്റ്റ് കണ്ട വഴിക്ക് നമ്മൾ ഒരിക്കലും അത് ഓർഡർ കൊടുക്കാറില്ല. We will go through the critical evaluation. We will go through the responses. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്ത ആൾക്കാരുടെ സജഷൻസോ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസോ അവരുടെ സ്റ്റാർ മാർക്കുകളോ ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടാണ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ദർ ആർ സെവറൽ ഏജൻറ്റ് സിസ്റ്റംസ് ദാറ്റ് ലോവർ കൺസ്യൂമേഴ്സ് സെർച്ച് കോസ്റ്റ് വെൻ ഡിസൈഡിങ് വിച്ച് പ്രോഡക്റ്റ് ബെസ്റ്റ് മീറ്റ് ദെയർ നീഡ്സ്. അപ്പോൾ ഇതിലും പല ഏജൻറ്റ്സ് ഉണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ ഈ ഓൺലൈനിൽ പല ഏജൻസും ഉണ്ട്. അപ്പോൾ ഈ ഏജൻസസ് ഒന്ന് എന്താണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യുവർ നീഡ് എന്നുള്ളത് വേഗം എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഏജൻസ് അവിടെ അവൈലബിൾ ആണ്. ദ റിസൾട്ട് ഓഫ് ദിസ് സ്റ്റേജ് ഈസ് ഗെറ്റ് അറ്റൻഷൻ ടു സെറ്റ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല ഗുഡ്സ് എവിടെയാണെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് ഗുഡ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. In merchant brokering ആണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് combines the consideration set from the previous stage with merchant specific alternatives to help determine who to buy from. merchant brokering എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, who to buy, ഓക്കെ, who to buy from, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു പോയിൻ്റാണ് ബ്രോക്കറിങ്ങിൽ മെർച്ചൻറ്റ് ബ്രോക്കറിങ്ങിൽ വരുന്നത്. And third one is negotiation. അപ്പോൾ നെഗോഷിയേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ ദിസ് സ്റ്റേജ് ബൈയിങ് ബിഹേവിയർ, പ്രൈസ് ആൻഡ് അതർ ടേംസ് ഓഫ് ദി ട്രാൻസാക്ഷൻ ആർ സെറ്റിൽഡ് ബിറ്റ്വീൻ മെർച്ചൻറ്റ്സ് ആൻഡ് ബയേഴ്സ്. അപ്പം നമ്മൾ ഇനി നെഗോഷിയേഷനിൽ എത്തി നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കടക്കണം. ദ മോസ്റ്റ് ഓഫ് ബിസിനസ് ടു ബിസിനസ് B2B ട്രാൻസാക്ഷൻസ് കണ്ടെയ്ൻ നെഗോഷിയേഷൻസ്. അതാണ് ഇതിൽ വരുന്നത്. നമ്മൾ പ്രോഡക്റ്റ് മേടിക്കാൻ പോവാണ്. ഇനി ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി. പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറിയിൽ വരുന്നത് ദിസ് സ്റ്റേജ് ക്യാൻ either ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് ദി നെഗോഷിയേഷൻ സ്റ്റേജ്. അപ്പോൾ നമ്മൾ വൺസ് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ അന്നത്തെ ട്രാൻസാക്ഷൻ അവിടെ അവസാനിക്കണം. ഇൻ സം കേസസ് ദി പ്രസൻറ്റഡ് പേയ്മെൻറ്റ് ഓർ ഡെലിവറി ഓപ്ഷൻസ് ക്യാൻ എഫക്റ്റ് പ്രോഡക്റ്റ് ആൻഡ് മെർച്ചൻറ്റ് ബ്രോക്കറിങ്. ചില സമയത്ത് നമ്മൾ എന്താ പറയുക, പ്രോഡക്റ്റൊക്കെ ഡെലിവറി ചെയ്തു, ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻസോ അല്ലെങ്കിൽ അങ്ങനെ റിട്ടേൺ വരിക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചേക്കാം. പിന്നെ ഉള്ളത് പ്രോഡക്റ്റ് സർവീസ് ആൻഡ് ഇവാലുവേഷനാണ്. പ്രോഡക്റ്റ് സർവീസ് ആൻഡ് ഇവാലുവേഷനിൽ പോസ്റ്റ് പർച്ചേസ് സ്റ്റേജിലാണ് ഇത് സംഭവിക്കുന്നത്. പോസ്റ്റ് പർച്ചേസ് സ്റ്റേജിൽ പ്രോഡക്റ്റിൻ്റെ സർവീസും അതേപോലെ തന്നെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇവാലുവേഷനും അവരെ റെക്കമെൻഡേഷൻസും സജഷൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണിത്. ഓക്കെ, ഇനി എന്താണ് ഇൻ്റലിജൻറ്റ് ഏജൻസ് ബയേഴ്സിന് കൊടുക്കുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഓക്കെ, ഈസി ഷോപ്പിംഗ് ഫസ്റ്റ് തിങ്. അതേപോലെ തന്നെ സ്റ്റോറുകളും ബ്രാൻഡുകളും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു പ്രോഡക്റ്റ് മറ്റൊരു പ്രോഡക്റ്റിൽ നിന്ന് കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എത്രയോ കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്, കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദോസ് ടു പ്രോഡക്റ്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. റെഡ്യൂസ് കോസ്റ്റ്, ആക്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെല്ലർ. ഒരു സെല്ലർ നമ്മുടെ അടുത്ത് നേരിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണെന്ന് മെഷീൻസും ദാറ്റ് ഈസ് കമ്പ്യൂട്ടേഴ്സും നമ്മുടെ അടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് അവരും ഇൻട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് ബിൽഡിംഗ് റിലേഷൻഷിപ്സ്. ഇപ്പോൾ ഫൈനലി നമ്മൾ പ്രോഡക്റ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇനി എന്തെങ്കിലും പുതിയ ഓഫേഴ്സോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ കസ്റ്റമറിലേക്ക് നമ്മൾ എത്തിക്കുക. അപ്പോൾ വരെ മെസ്സേജസ് വരും നമുക്ക്, ഹായ് ഇന്ന പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ദർ ആർ എക്സ്റ്റെൻസീവ് ഓഫർ ഫോർ ദിസ് പർട്ടിക്കുലർ പ്രോഡക്റ്റ് വിച്ച് യു ആർ ലുക്കിംഗ് ഫോർ എന്നുള്ള പണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം തന്നെ നമ്മുടെ ഡാറ്റാസ് സ്റ്റീൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. റിസോഴ്സസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ റിസോഴ്സും അവിടെ അവൈലബിൾ ആണ്. കാരണം നമ്മളൊരു കാര്യം അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഓരോ സ്റ്റെപ്പ് ആൻഡ് സ്റ്റെപ്പ് ബൈ പ്രൊസീജിയേഴ്സൊക്കെ അവിടെ പല രീതിയിലും ചിലപ്പോൾ യൂസ് ചെയ്തേക്കാം. അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടന്നേക്കാം, ഡാറ്റ സ്ട്രിപ്പിംഗ്, അതേപോലെ ഇങ്ങനെ ഏത് ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സംഭവങ്ങൾ സംഭവിക്കാം. ദാറ്റ് ഈസ് വാട്ട് വി ആർ നോട്ട് എക്സ്പെക്റ്റിംഗ്. അപ്പോൾ നമ്മുടെ ഡാറ്റാസ് മിസ്യൂസ് ചെയ്തേക്കാം, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്തേക്കാം, നമ്മുടെ സൈറ്റ് ഹാക്ക് ചെയ്തേക്കാം, നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്താണെന്നുള്ളത് അറിഞ്ഞ് ചിലപ്പോൾ വേറെ രീതിയിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ മിസ്ബിഹേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ റീസൺസ് നമുക്കതിൽ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്.
എന്നാലും നമുക്കതിൽ എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസോ അതല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലീഗലി നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ. നമുക്കറിയണം ഒരു സോഷ്യൽ ഇതിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മോശമായിട്ടുള്ള ബിഹേവിയർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്താ പറയുക, അത് ലീഗലായിട്ട് നേരിടാനുള്ള കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്പനി ഷുഡ് അസസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്സ് യൂസ് ഓഫ് അനലിറ്റിക്സ് ഓൺ ഇറ്റ്സ് ട്രസ്റ്റ്. നമ്മൾ ഒരു കമ്പനീനെ വിശ്വസിച്ചാണ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാതെ നോക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അക്കൗണ്ടബിലിറ്റി, ഡാറ്റ പ്രൊട്ടക്ഷൻ, കൃത്യമായിട്ടുള്ള കെയർ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷൻസിനും കൃത്യമായിട്ടുള്ള പ്രൈവസിയും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ലീഗലായിട്ടുള്ള എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ഡേ ഐ എം കമ്മിങ് വിത്ത് എ ന്യൂ ചാപ്റ്റർ ആൻഡ് ദാറ്റ് വിൽ ബി ദ ലാസ്റ്റ് ചാപ്റ്റർ ഫോർ ദി പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. അതോട് കൂടിയിട്ട് നമ്മുടെ ഈ സെമ്മിൽ ഈ പേപ്പർ നമ്മൾ തീരാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കാം. താങ്ക് യു.